ഓഡിഷ് നിധി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ നല്ല രീതിയിൽ നിരവധി ആളുകൾ ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്നു. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള മറ്റ് ബാങ്കിങ് ഇടപാടുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിപ്പോയിരുന്ന സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ തന്നെ മാനേജർ, പ്രത്യേകിച്ചും ആ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ അതിൻ്റെ തകർച്ചയിലേക്ക് നീങ്ങാനുണ്ടായിട്ടുണ്ട്. അടഞ്ഞ വാതിൽ തുറക്കാനായി ഒരു വലിയ ശ്രമം. ഒരുപാട് നിക്ഷേപകർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എങ്കിലും അബ്ദുള്ളക്കുട്ടി ശക്തിയുക്തം നമ്മളോട് പറയുകയാണ് മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ തിരുനേരത്തിനോട്. എത്ര പേര് നിക്ഷേപിച്ചിട്ടുണ്ടോ അത്രയും പേർക്ക് കാശ് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. വിശ്വസിച്ചവൻ വഞ്ചിച്ചതിൻ്റെ ഒരു പരാജയത്തിൻ്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇന്ന് യാദൃച്ഛികമായിട്ട് മഞ്ചേരിയിൽ വെച്ചിട്ട് യാസർ വക്കീലിനെ കാണാനിടയായി. അദ്ദേഹം മറ്റുള്ളവരോട് ഒരുപാട് നേരം സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ അടുത്തേക്ക് വന്നു. മാത്രമല്ല അബ്ദുള്ളക്കുട്ടി എന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് സംസാരിച്ചത്. ഈ അബ്ദുള്ളക്കുട്ടി എന്ന വ്യക്തി കോടി നിതീഷ് ലിമിറ്റഡിൻ്റെ ഒരു സാരഥിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു കയ്പ് നീര് കുടിച്ച ഒരു വലിയൊരു പരാജയത്തിൻ്റെ കഥയാണ്. കോടി നിതീഷ് ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനം കോഴിക്കോട്ട് ചെറുവണ്ണൂരിലാണ് തുടങ്ങിയിരുന്നത്. ചെറിയൊരു റൂമിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് അത് പടർന്ന് പന്തലിച്ച് വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ അത് വളർന്ന് പന്തലിച്ച ഈ സമയത്ത് ഈ സൗമ്യനായ ഈ വ്യക്തി അബ്ദുള്ളക്കുട്ടി എന്ന വ്യക്തി ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് മാത്രമല്ല അദ്ദേഹം എല്ലാവരെയും അകമഴിഞ്ഞ് വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ കൂടുതലായിട്ട് അദ്ദേഹത്തിനോട് അടുത്തു എല്ലാവരും. അത് വളരെയധികം മുന്നോട്ട് നയിക്കാനുള്ള വലിയൊരു ജൈത്രയാത്രയുടെ വലിയൊരു സംഭവമായിരുന്നു അതൊക്കെ. പക്ഷേ അദ്ദേഹം അകമഴിഞ്ഞ് കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയാൻ കാരണം ഈ കോടി നിതീഷ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇന്ന് തകർന്ന് തരിപ്പണമായി. അതിലുള്ളവർ തന്നെയാണ് ഇതിനെ കത്തിവെച്ചത് എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടിയല്ലാതെ ഇവിടെ പറയാൻ പറ്റില്ല. ഈ പ്രോഗ്രാം മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ ഇത്തിരി നേരം ഇവിടെ എടുക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ യാസർ വക്കീൽ പറഞ്ഞതിന് ശേഷം അബ്ദുള്ളക്കുട്ടി എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു എന്നോട്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത്. നിലമ്പൂരിലാണ് വീട്, അതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നിലമ്പൂരിലെത്തി വീട്ടിൽ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം നമ്മൾ നേരായ വഴിയിലൂടെ സഞ്ചരിച്ച് പോകുന്ന ഈ മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ ഇത്തിരി നേരം അതിൻ്റെ ഒരു നിജസ്ഥിതി കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം എടുക്കാൻ ഇവിടെ വന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അബ്ദുള്ളക്കുട്ടിയുമായി തന്നെ നമുക്ക് സംസാരിക്കാം. താങ്കളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ കോഡിഷ് നിധി ലിമിറ്റഡ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ തകർച്ചയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോഡിഷ് നിധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇല്ല. കാരണം ഞാൻ നേരത്തെ 1-2 വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ വന്നിട്ട് പിന്നെ ഈ ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കേസായിട്ട് കിടക്കുകയാണ്. അത് കോടതിയാണ് തീരുമാനിക്കുക. എന്താണ് എങ്ങനെയാണ് എല്ലാ കോടതി തീരുമാനം. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അതിലേക്കാണ് പോകുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം എന്താണ് അവസ്ഥ എന്നുള്ളത്. 2000 പല പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. 2019-20 എൻ്റെ വീട്ടിൽ കയറി അക്രമം നടത്തിയിട്ടുണ്ട്. എൻ്റെ ചെറിയ മോൾക്ക് അന്നത് 5 വയസ്സ് 4 വയസ്സ് അങ്ങോട്ടായിട്ടുള്ളൂ. അവളെ പിടിച്ചിട്ട് മുടി കുടിച്ചിട്ട് മണ്ണൊഴിക്കലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പല പ്രതിസന്ധികളും അന്ന് പലതും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റാഫുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം ഒരു എന്താ പറയുക, ഒരു കാരണമായിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അത് ജനങ്ങൾക്ക് അറിയില്ല. ഇന്നും ഞാൻ
പിന്നെ ഇത് നിധി കമ്പനി നടത്തി പ്രശ്നങ്ങളായി എല്ലാം പിന്നെ എന്താ പറയുക തട്ടിപ്പുകാരനായി എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ജനിച്ച നാടാണ് നിലമ്പൂർ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഈ ഒരു തട്ടിപ്പെടുത്തിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു സംഭവം ഞാനത് കൊടുക്കാൻ ആളുകൾക്ക് കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ അത് കിട്ടണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ഒരു പോരാട്ടത്തിൽ ഇറങ്ങിയതാണ്. ഇതിനകത്ത് പല ആളുകളും വിശ്വസിച്ചിട്ട്, പ്രധാനപ്പെട്ട ഒരാളെ വിശ്വസിച്ചിട്ട് ഞാനൊരു പല ആളുകൾക്കും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ ഇപ്പം നിങ്ങളൊരു മീഡിയേറ്റർ വേറെ ആളെ പൈസ കൊടുക്കാൻ വേണ്ടി ഞാനും ആ ആളും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ പോയി സംസാരിച്ചിട്ട് ആൾക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്ത് പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. എന്നിട്ട് നിങ്ങളെന്നെ എഴുതി വാങ്ങിച്ചു വെച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കേസുകൾ വന്നു. അപ്പോഴത്തേക്കും കേസുകൾ വന്ന സമയത്ത് ഇത്രയും കൊടുക്കാനില്ല. പക്ഷേ എന്താണ് വന്നത്, ഇതിനെക്കുറിച്ച് ഞാനിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ അന്വേഷണം നടത്തിയിട്ടാണ് ഞാനിപ്പോൾ ഒരു കേസിലേക്കും പോയി. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു കോടതി കേസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞ ആള് ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഒരു 95-90% മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉദാഹരണം 100 രൂപ കൊടുക്കേണ്ടടുത്ത് ചിലപ്പോൾ ഒരു 10 രൂപ അല്ലെങ്കിൽ 15 രൂപ അല്ലെങ്കിൽ 5 രൂപ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിൻ്റെ അടുത്ത് ഈ ആളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇയാൾ നല്ല പ്രമാണിയായിട്ട് നാട്ടിൽ നിന്നിട്ട് തെളിവുണ്ടോ എന്ന് പലരോടും ചോദിക്കുന്നത്. എന്നിട്ട് എൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയക്കുക. കാരണം എൻ്റെ എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം ഇയാളെ കയ്യിലാണ്. നേരത്തെ ഇപ്പം എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇയാൾ എന്നെ ചെയ്തു, ഞാനും ഇയാളുമായിട്ടുള്ള നേരത്തിൻ്റെ ബന്ധം എന്താണെന്നുള്ളത്. ഇതെല്ലാം വക്കീലിനെ മനസ്സിലാക്കിയിട്ടാണ് വക്കീൽ ഇത് കോടതിയെ സമീപിച്ചത്. അതിന് മുമ്പ് നേരത്തെ ഇവിടെ SHOക്ക് പരാതി കൊടുത്തിരുന്നു, പിന്നെ മലപ്പുറം SP-ക്ക് പരാതി കൊടുത്തിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിന്നെ ഒരു ഒരു നിയമത്തിൻ്റെ വഴി കൂടെ പോയിട്ട് ഇപ്പോൾ കോടതിയിലെടുത്ത് കോടതിക്ക് അത് പോയി കോടതി കേസ് ഒരു നോട്ടീസ് അയച്ചു. അത് അറിയാമല്ലോ. ഇങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത് ഈ വിഷയത്തിൽ. പക്ഷേ ഇതിൽ എന്നെ വഞ്ചിച്ചതാണിത്. കാരണം ഞാനത് വിശ്വസിച്ചു പോയി. അതിലൊരു പട്ട ആളുകൾ അന്ന് എൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചു. എൻ്റെ വീട്ടിൽ എത്രയോ സ്വർണ്ണങ്ങളും പിന്നെ പണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയി. അതിന് മുമ്പ് എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എൻ്റെ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ വിഷയം പറഞ്ഞ സമയത്ത് ഞാൻ പറയാത്തൊരു സംഭവം ഉണ്ട്. മിനിഞ്ഞാന്നോ 2 ദിവസമായിട്ട് നടന്ന സംഭവം. ഞാനൊരു ചാനലിൽ പറയാൻ ഉദ്ദേശിച്ച് നിൽക്കുക. അപ്പോഴാണ് നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമിലാണ്. ഇതിൽ 8-9 പ്രതികളുണ്ട്. അവരുടെ പേരിലാണ് കേസ്. ഇതിനകത്ത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്തൊരു ആൾ വന്നിരുന്നു. ഞങ്ങൾ കണ്ടു. ഇതിനകത്തൊരു പ്രതി എൻ്റെ ഒരു ആളാണ്, സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ്. എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, എല്ലാ സത്യാവസ്ഥയും പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് പിന്നെ ഞാൻ എല്ലാം മനസ്സിലാക്കി. ആൾ പറഞ്ഞു ഞാൻ എവിടെ വേണമെങ്കിൽ പറയാം. ഇതിന് എല്ലാ സത്യാവസ്ഥ എല്ലാം ശരിക്കും പറഞ്ഞു. ഈ സംഭവം ഇയാളെ എത്തി ഞാനൊരു പിന്നെ പ്രസ് മീറ്റ് നടത്തണമെന്നൊരു ഉദ്ദേശം നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങളോട് പറയാം. ഇപ്പോൾ ഇത് അങ്ങനെ പോട്ടെ, ഇതിപ്പോൾ എല്ലാവരും ജനങ്ങൾ അറിയണമല്ലോ. ഇതിൽ 2-3 പേര് കൂടെ ഇതിനകത്ത് വരാണ്ട്. ഇത് ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച എനിക്ക് എൻ്റെ സ്റ്റാഫ് ഞാൻ ചെയ്ത തെറ്റെന്താ, എത്രയോ പേർക്ക് ഞാൻ ജോലി കൊടുത്തു. അവരെല്ലാം ഈ പറഞ്ഞ എൻ്റെ കൂടെ നിന്നൊരാൾ, ഇവിടെ നിലമ്പൂരിലൊരാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പിന്തിരിപ്പിച്ചു. അതിരിപ്പിച്ച് അവർക്ക് അവരുടെ ജോലി പോയി. ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു എന്താണെന്നുള്ളത്. അതാ ഈ ഇതിൽ പ്രതിയായവരുടെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ഞാൻ പറഞ്ഞു, അത് ഞാൻ വക്കീൽ വിളിച്ച് പറഞ്ഞു, സംസാരിച്ചു. അത് മാപ്പ് സാക്ഷിയാക്കി വിടാന്ന് പറഞ്ഞു. അങ്ങനെ അവരാന്ന് പറഞ്ഞു തോന്നുന്നു. ആ നിയമത്തിന് വഴിക്ക് പോവാം. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരും വരികയാണെങ്കിൽ ആരൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് അവർക്ക് അറിയാം. പക്ഷെ ഇയാൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ അത് അങ്ങനെ ആയിപ്പോയ സമയത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരാനോ എന്നോട് ബന്ധപ്പെടാനോ പേടിച്ച് നിൽക്കുമായിരിക്കും. അതും ഈ പറഞ്ഞ ഒരാളുമായിട്ടുള്ളൊരു ഒരു സംസാരത്തിനെ മനസ്സിലാക്കി. ഇതാരാന്നോട് ചോദിക്കരുത്. കാരണം എന്നോട് പറഞ്ഞതാണ്. അവർക്ക് പേടിയുണ്ട്. കാരണം ചെറിയ കൂട്ടത്തിൽ ഒരാൾ വന്ന സമയത്ത് കാര്യം കൊണ്ടുപോലെ ഒരു കൂട്ടം കൂടി നിൽക്കുന്നതാണ്. അതിലൊരാൾ മാറി ഒന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്തേക്ക് ഒരൊറ്റപ്പെടുത്തും. ഇപ്പം നിങ്ങൾ വന്ന് കറക്റ്റ് സമയത്താണ്. അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം മറ്റുള്ളവരും വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വന്ന് ഞാനൊരു പ്രസ് മീറ്റ് നടത്താൻ പോവുകയാണ്. ഇത് സത്യങ്ങൾ അവർ തന്നെ പറയും. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീണ്ടും അപ്പോൾ അവരെന്നെ പറയട്ടെ, ഞാൻ പ്രതി അവരെന്നെ സംഭവിച്ച് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ തന്നെ ഞാൻ വിളിക്കുന്നുണ്ട്. അവർ വരട്ടെ, അവരെ കൊണ്ട് നിങ്ങൾ ചാനലിൻ്റെ വരുന്നത്. ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നടക്കുന്നത്. ഇത് എന്നെ മനഃപൂർവ്വം കരുതി കൂട്ടി ചതിച്ചതാണ്.
പക്ഷെ ഞാനത് അക്കമഴി വിശ്വസിച്ചു പോയി. ഇതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഈ കോടീഷ്നിധി ലിമിറ്റഡ് ചെറുവണ്ണൂർ തുടങ്ങിയപ്പോ ചെറിയ റൂമായിരുന്നല്ലോ, അതില് ആൾക്കാർ എത്ര ഉണ്ടായിരുന്നു? സ്റ്റാഫുകൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു 6-7 പേര് ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെ, വിശ്വസ്തരായ ആൾക്കാരാണ്. അത് അവിടുത്തെ എടുത്തിട്ട് അവർ നമ്മൾ നേരത്തെ പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞെടുത്തതാണ്. അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ നമ്മളെ കൂടെ എല്ലാം മനസ്സിലാക്കിയിട്ട് തുടങ്ങി വെക്കുകയാണ്. ഇതെല്ലാം പിന്നെ പുറത്തിറങ്ങി പിന്നെ ഇത് സത്യം വെച്ചാൽ ഞാൻ തന്നെ അത് കളക്ഷൻ എടുത്തിട്ടുണ്ട്. ഞാനത് പോയി കളക്ഷൻ എടുക്കും ആദ്യം. അതിന് ചെറിയൊരു സംഭവത്തിൽ തുടങ്ങിയതാണ്. പിന്നെയാണ് അത് വലിയൊരു സംഭവമായി മാറിയിട്ട് നമ്മളൊരു വലിയൊരു സംഭവമായിട്ട് നിന്ന് എനിക്ക് തോന്നിയത്. അത് നമ്മളിപ്പോ അന്നും എന്റെ സ്റ്റാഫുകൾക്ക് അറിയാം, എന്റെ സ്റ്റാഫുകൾക്ക് അതിനെ കുറിച്ച് ശരിക്കറിയാം. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ മറ്റോട് പറഞ്ഞത് എന്റെ അടുത്തൊരു സ്റ്റാഫ് ഈ കേസിനകത്ത് പെട്ട ഒരാൾ വന്നു എന്റെ അടുത്ത് വന്നിരുന്നു. ആ വന്നിട്ടുണ്ട് സംഭവം ഓൽക്കറിയാം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ എങ്ങനെയാണ് നോക്കിയിട്ടില്ല, ഞങ്ങൾ എങ്ങനെയാണ് പെരുമാ, ഞങ്ങൾ സ്റ്റാഫുകൾ കുടുംബം പോലെ നിന്നാ. അത് വന്നിട്ട് ഈ സംഭവം എന്നോട് പറഞ്ഞ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ നിലമ്പൂരിൻ്റെ ആളല്ല, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ആള് ഇവരെ കൂടി ചെയ്യിപ്പിച്ചും പറഞ്ഞതും ഇവരെന്തൊക്കെ പറഞ്ഞത് എല്ലാ ഡീറ്റെയിലും പറഞ്ഞു. ഇത് നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മുമ്പോട്ട് പറഞ്ഞ കറക്റ്റ് സമയത്താണ് വന്നത്. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ പ്രസ് മീറ്റ് എടുത്ത് നിൽക്കുക. അപ്പോൾ ഇവരും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ 1-2 സ്റ്റാഫുകളും വരാണ്ട് ഒരു വന്നിട്ട് ഒരു ഉണ്ടെന്ന് പറഞ്ഞ് അത് മൊത്തം കൂടെ വരും. വന്നിട്ട് ശേഷം പ്രസ് മീറ്റ് എടുത്ത് അവരെ കൊണ്ട് അവരെന്നെ പറയും. ആ ഒരു കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. ജനങ്ങളെ പൈസ അബ്ദുൾ കുട്ടി സാർ എടുത്തു എന്നാണ് പറയുന്നത്. അതെ. അപ്പൊ ഈ ജനങ്ങളൊക്കെ പാടെ ഇളകി ആകെ പ്രശ്നങ്ങളൊക്കെ സംഭവമൊക്കെ ആയി. ഞാന് പിന്നെ 1 കൊല്ലം 10 ദിവസം പിന്നെ ഒളിവ് കിടന്നാണ്. 8 മാസം ജയിലിൽ കിടന്നാണ്. 8 മാസം ജയിലിൽ ഞാൻ ഒളിവ് കിടന്ന സമയത്തുള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ 9 ദിവസമൊക്കെ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. 100 സാധനം കഴിക്കാൻ പറ്റാതെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. അല്ല, എന്നിട്ട് ജാമ്യത്തിൽ എടുക്കാൻ ഇത്രയും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാരും പരിചയപ്പെട്ടിട്ട് ജാമ്യത്തിൽ എടുക്കാൻ ആരെയും വന്നോ? ഇതില് ഒരു സത്യം മനസ്സിലാക്കണം. ഇതിപ്പം ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാണ്. അതെ. ഒരു മനുഷ്യന് ഇത് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ എന്തിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ മോശമാക്കി തരം താഴ്ത്താൻ പാടില്ല. എന്താ സത്യം മനസ്സിലാക്കണം. എന്നെ കുറിച്ച് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നേരത്തെ. ഞാനൊരു വിഷയത്തേക്ക് ഞാനിപ്പോൾ ജയിലിൽ ഇറങ്ങുന്ന സമയത്ത് ചെല്ലുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെന്തൊരു കണ്ണിൽ കണ്ടിട്ട് മാറി നിൽക്കും. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഞാൻ വെച്ചു. പക്ഷേ ഉണ്ടായിട്ടില്ലായ്മ ഒരു വ്യക്തി പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. അതെ അതെ. ഇപ്പൊ ഞാൻ ഇറങ്ങി തിരിച്ചെന്താ വെച്ചാൽ എനിക്ക് ജനങ്ങളെ പൈസ തിരിച്ചു കൊടുക്കാൻ സംവിധാനം ചെയ്യണം. അത് കട്ടോറെ ഞാൻ മുന്നിട്ട് കൊണ്ടുവരും. എനിക്ക് നിയമമല്ല, പിന്നെ വേറെ മറ്റുള്ള നിയമത്തിന്റെ വഴി കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. അത് ഏത് അറ്റം വരെ ഞാൻ പോകും. ഇപ്പൊ ചുരുങ്ങിയത് നമ്മളെ കേസ് ഏകദേശം എത്ര ഉണ്ടാവും? 100 മേലുണ്ട്. 100 മേലുണ്ടാവും. അപ്പൊ നമ്മളെന്തായാലും ഇതിന് തീർച്ചയായിട്ടും ഒരു തക്കതായ ഒരു പരിഹാരം കണ്ടെത്തണം. ജനങ്ങളെ പൈസ തിരിച്ചു കൊടുക്കണം. അത് വേണം. കാരണം ജനങ്ങള് നല്ല പ്രതീക്ഷിച്ച് ഇത് ഞാൻ കൊടുത്തത് എങ്ങനെയാണ്, ആരടുത്ത് കൊടുത്തു, ഇത് എവിടെ പോയി, ഇതെല്ലാം എനിക്ക് ഏകദേശം ചിത്രം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞല്ലോ ഈ വക്കീലിനെ സമീപിച്ചത്, വക്കീൽമാർക്ക് അത് മനസ്സിലായതും അതെല്ലാം ഇതിന് ഓരോ ഘട്ടങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തതും എല്ലാം വെച്ചിട്ടാണ് ഓരോ കേസ് എടുപ്പിച്ചതും കേസ് കോടതി എത്തിച്ചതും അത് കേസാക്കി വെച്ച് എടുപ്പിച്ചതും. അത് എടുപ്പിച്ച സമയത്തേക്ക് എനിക്ക് എന്താ വെച്ചാൽ ഞാൻ വക്കീൽ എനിക്കിത് യഥാർത്ഥ പണം കൊണ്ടേ ആളെ ജനങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിലെത്തിക്കുക. അല്ല, ഈ യഥാർത്ഥത്തില് സ്വന്തമായി വിശ്വസിച്ച ഒരു വ്യക്തി അതിനെടുത്തു, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ വ്യക്തിയെ ഇന്ന് ഇവിടെ നാട്ടില് ഉണ്ട് അങ്ങോട്ടും കൊണ്ട് സുജായിട്ട് നടക്കണം. അതെ 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 അതുണ്ട്. ഇത് എടുത്ത് മാത്രം ഇത് എടുക്കുന്നത് അങ്ങനെ ഇപ്പൊ ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞ മീഡിയേറ്റർ ആൾക്കാർ ഒരു 10 ലക്ഷം കൊടുക്കാൻ പറഞ്ഞ ആൾക്ക് 10 ലക്ഷം കൊടുക്കുന്നു പറഞ്ഞാൽ എടുത്തു വരിക. സമയത്ത് ഓക്കെ, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഘട്ടം ഘട്ടം തീർത്ത ഒരാളാണ് ഞാൻ. ഇയാളത്ത് കൊടുത്തു. ഇയാളെന്റെ ഇപ്പൊ ഇവിടെ ഒരു വ്യക്തം ആളുകൾക്ക് അറിയാം. അല്ല, ഈ വ്യക്തിയായിട്ട് ഒരു 10 വർഷത്തെ ബന്ധമല്ലേ? 10 വർഷത്തിലധികം ബന്ധമുണ്ടാവില്ലേ? പിന്നെ 10 വർഷത്തിൽ വന്നിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു ഞങ്ങള്. അങ്ങനെ കൊടുത്തപ്പോ ഈ വിഷയം ഞാൻ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ ശേഷം ഈ അന്വേഷണ സമയത്താണ് ഒരാൾക്ക് 1-2 ആൾക്കാരെ കണ്ട സമയത്താണ് 10 ലക്ഷം 25 ലക്ഷം കൊടുത്ത ആൾക്ക് 2-3 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ശരിക്കൊരു വെള്ളപ്പേപ്പർ എഴുതുന്നത് എന്റെ പേപ്പറും കാര്യം എല്ലാ കാര്യം ഇത്ര കയ്യില്ല, ആ കയ്യില്ല. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വക്കീൽ നോട്ടീസുകൾ വരും. വക്കീൽ നോട്ടീസ് വന്നിട്ട് അതിന് ആള് കണ്ടു, പിന്നെ ഇന്നാള് പൈസ ആള് കണ്ടു. ഇപ്പൊ ചന്തക്കുന്നില്ല ഒരാള് കണ്ടിട്ട് പറഞ്ഞത് ഒരു പയ്യൻ ഞാൻ ആറിയില്ല നേരത്തെ പറഞ്ഞതാണ്. ഞാൻ ആളറിയാത്തതുകൊണ്ട് ഞാൻ അന്ന് എവിടെയാണെന്നില്ല ആള് പറഞ്ഞായിരുന്നു. പക്ഷേ ആളെ പേരിൽ ഞാനൊരു നടപടിക്ക് പോകാൻ നിൽക്കുകയാണ്, ഒരു കേസിലേക്ക് പോകണം. കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തി കള്ളക്കേസ് ഒന്നിന് പോയിട്ട് പിന്നെ എന്താ പറയുക ഞാൻ കണ്ടു അറിഞ്ഞ്
ഞാൻ എൻ്റെ മുന്നിൽ കണ്ടത് എന്ന് പറഞ്ഞൊരു വേറെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണെങ്കിൽ അതും അദ്ദേഹം ബുദ്ധിമുട്ടും. കാരണം അത്ര ഞാൻ ഇത് ഇറങ്ങി തിരിച്ചതാണ് ജനങ്ങൾക്ക്. അല്ലേ സ്വന്തമായിട്ട് നിങ്ങൾ ഒരു തൂവൽ പക്ഷികൾ അല്ലേ, ഒരു തൂവൽ പക്ഷികളുമായി നടന്ന 2 പേര് ഒരാൾ ചതിച്ചു അല്ലേ? ഇത് ഇപ്പം പിന്നെ പല ആളുകളും പറഞ്ഞു ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു. ഈ വ്യക്തിയെ കുറിച്ച് അന്നേ അറിയുന്നില്ല. എന്താ സംഭവിക്കുന്നില്ല സാർ, നമ്മോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പറയില്ല, കാരണം ഞങ്ങൾ അത്ര ബന്ധമല്ലേ. പോട്ടെ, അത് പിന്നെ എന്താ പറയാ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ആളെ. അതിലാരാണോ ഇപ്പൊ നേരത്തെ ഞാൻ വക്കീലോട് നേരത്തെ പറഞ്ഞാണ്, പിന്നെ ആരാണോ ഇതിന് മൂപ്പരെ സഹായിക്കണ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, പക്ഷെ അവർ ഇതിനകത്ത് പ്രതിയാവും. കാരണം ഇത്ര പ്രതികളല്ല ബാക്കിയുണ്ട് അതിനകത്ത്. നമുക്ക് എന്നും ഇതേ ഒരു മുഖം കണ്ടിട്ടല്ലല്ലോ എൻ്റെ മക്കളൊക്കെ ജീവിക്കേണ്ട ഇവിടെ. ഇതൊരു തട്ടിപ്പേന്റെ മോള് നീക്കുമല്ലോ. നമ്മൾ നേരത്തെ ഇപ്പൊ എന്നെ വീട്ടിൽ കയറിയാൽ പറഞ്ഞല്ലോ, 2020 ആക്രമിച്ച പിന്നെ കത്തി വെച്ചിന്റെ മോളെ മണ്ണെണ്ണ വെച്ച് വീട് ആക്രമിച്ചു. അവിടുന്ന് 15 ലക്ഷം രൂപ കൊണ്ട് 60-65 പവനുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഇതിൽ പോയ സമയത്തും നമ്മളെന്താ പറയാ, അതിലും എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. അവ എന്തിനാണ് അന്ന് വന്നത് വെച്ചാൽ, ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫാമിലിയും ദുബായിക്ക് പോകുന്ന പറഞ്ഞിട്ടാണ്. ഞാൻ 2010 ഉംറ കഴിഞ്ഞ് പോന്നിട്ട് പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല. ഇത് പാസ്പോർട്ടേ അല്ല. അങ്ങനെ എന്തെങ്കിലും ഞാനൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഇത് എനിക്ക് പാസ്പോർട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതില്ല. പാസ്പോർട്ട് ഇപ്പൊ നിലവിലില്ല. ഇല്ല. ഈ വ്യക്തിയാണ് നാട് കടക്കുന്നത് ആക്രമണങ്ങളൊക്കെ. അപ്പം ഞാനിവിടെ ഉണ്ടായാൽ ചില ആളുകൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതാണല്ലോ ഈ പറഞ്ഞ വ്യക്തിയോട് നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നല്ല ടൈമിൽ നിൽക്കുമ്പോൾ പറഞ്ഞ് എന്താ പറയുക, ഞാൻ മനസ്സിൽ ചിന്തിക്കാത്തൊരു കാര്യം, നീ ഇത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആത്മഹത്യം ചെയ്യരുത് കേട്ടോ, അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞാൻ അതാ ചെയ്യേണ്ടത്, അതിലേക്കാണ് ഞാൻ പോകേണ്ടത്. അങ്ങനെ പോകണമെങ്കിൽ അദ്ദേഹം അവസാനിച്ചല്ലോ, ക്ലിയർ ആയല്ലോ. ഇതിന്റെ മാനേജറായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ, ആ ആളുകൾ യഥാർത്ഥ കണക്ക് കാണിക്കാതെയും മറ്റും ബാങ്കിൽ പണം അടക്കാതെയും ഒക്കെ വരുത്തി തീർത്തിട്ടുള്ള കെടുകാര്യസ്ഥപരമായിട്ടുള്ള മാനേജ്മെന്റ് സമീപനം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനത്തിന്റെ MD ആയിട്ടുള്ള ശ്രീ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ ഇത് മറ്റുള്ളൊരു ഈ ഓഫീസർമാർ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓഫീസിൽ, അപ്പൊ അവരിതൊന്നും കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിധി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ധനകാര്യ സ്ഥാപനമാണ്, രജിസ്റ്റേർഡ് സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് അതിന്റെ ഇന്റേണൽ തലത്തിൽ അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ഒരു പക്ഷേ അത്ര നോക്കാൻ കഴിഞ്ഞോളന്നില്ല. അത് കൈകാര്യം ചെയ്യുന്നത് അതിന്റെ പ്രധാനമായിട്ടും അതിന്റെ ജനറൽ മാനേജറാണ്, GM ആണ് കൈകാര്യം ചെയ്യുന്നത്. ഈ മാനേജറാണ് അദ്ദേഹത്തിന്റെ താഴെയുള്ള ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള ഈ ഒരു ഇടപാടുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അട്ടിമറികളും ഒക്കെ ഈ ബാങ്കിനകത്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹം ഈ ഇത്രയും അധികം ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് ആ നിക്ഷേപങ്ങളൊക്കെ പല ആളുകളും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി വരെ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് പൊതുജനങ്ങൾ ഉയർത്തുന്ന ഒരു ആരോപണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ ഇദ്ദേഹത്തിന്റെ MD ആയിട്ടുള്ള അബ്ദുള്ള കുട്ടി സാറിന്റെ വീട്ടിലേക്ക് പുലർച്ചെ 2 മണി 3 മണി സമയത്ത് ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറി ക്രൂരമായി അദ്ദേഹത്തെയും ഭാര്യയും കുട്ടികളെയൊക്കെ അടിച്ച് ശാരീരികമായി ആക്രമിച്ച് എല്ലാ തരത്തിലും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടും പോലീസ് ഒരു കേസ് എടുക്കാൻ പോലും രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. അല്ല, അദ്ദേഹത്തിന് മുമ്പ് അതിലും ശത്രുതാ മനോഭാവം ആരെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, ഇദ്ദേഹത്തിന് ശത്രുതാ മനോഭാവം ഒന്നുമില്ല ആളുകളായിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പക്ഷെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങി, ഒരു നിധി ലിമിറ്റഡ് പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ MD ആയി, ഒരുപാട് എംപ്ലോയീസ് ആയി, അവരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജിംഗ് ഡയറക്ടർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ, അദ്ദേഹത്തോടൊപ്പം ഇടപഴകിയിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ജനറൽ മാനേജർ, ഡ്രൈവറൊക്കെ അടക്കമുള്ള സ്ഥാപനത്തിലെ പല ആളുകളും സംഘം ചേർന്ന് സംഘടിതമായി ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് അദ്ദേഹം ഫയൽ ചെയ്തിട്ടുള്ള കേസ്. അപ്പോൾ ഇതിന്ന് ഒരു മോചനം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ വീട്ടില് പാതിരാ സമയത്ത്, പ്രത്യേകിച്ചും പുലർച്ചെ സമയത്ത്, സ്ത്രീകൾ പോലും താമസിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി നാശനഷ്ടം വരുത്തി അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ച്, അതിന്റെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള അത്രയും ക്രൂരമായ ആക്രമണം നടത്തിയിട്ടും ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തെ നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റൽ അടക്കമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവിടുന്ന് ഇന്റിമേഷൻ കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല.
അതിനെ തുടർന്നാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനമായി നിലമ്പൂർ ബഹുമാനപ്പെട്ട JFCM കോടതി മുമ്പാകെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന ആളുകൾക്കെതിരെ ഈ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റാഫുകളും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ നമ്മൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് അതിലിപ്പോൾ കോടതി അവർക്ക് എതിർകക്ഷികളായിട്ടുള്ള ആളുകളെ നോട്ടീസ് അയച്ചു വിളിച്ചു വരുത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു നിലപാടിപ്പോൾ എങ്ങനെയാവും കോടതിന്റെ? അല്ല, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് പറയാൻ പ്രയാസമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഒരു നീതി സ്വാഭാവികമായിട്ടും പുലരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്കുണ്ട്. കാരണം എല്ലാ തെളിവുകളും നമ്മൾക്ക് അനുകൂലമാണ്. ഇത്രയും അധികം ക്രൂരമായി ആക്രമിച്ചതിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകളുണ്ട്. അതുപോലെ തന്നെ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ തന്നെ അയൽവാസികളായിട്ടുള്ള ആളുകളും ഇവരൊക്കെ ഇതിൽ സാക്ഷികളായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാളുടെ വീട്ടിൽ കയറി, ഈ പരാതിക്കാരനായിട്ടുള്ള അബ്ദുള്ളക്കുട്ടിയുടെ വീട്ടിൽ കയറി രേഖകളടക്കമുള്ള സാമ്പത്തിക അടക്കം പണടക്കം അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് പുലർച്ചെ 3 മണി 4 മണിയോട് അടുത്ത സമയത്താണ് എന്നുള്ളതാണ് ഇതിന്റെ അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം. വിശ്വസിച്ചാണ് വഞ്ചിച്ചാണ് ഇവിടെ വലിയൊരു വെല്ലുവിളിയായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ മാത്രമല്ല, ഒപ്പ് തിന്നാൻ വെള്ളം